മമ്മൂട്ടിയെപ്പോലെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ് മറ്റ് പലർക്കുമില്ല. ഞാനും മമ്മൂട്ടി അങ്ങനെ നവോദയയുടെ ഓഫീസിലെത്തി. ഹാ മമ്മൂട്ടിക്കാ എന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തൻ കസേരയെന്ന് ചാടി എണീറ്റു. മമ്മൂട്ടിക്ക് നമ്മൾ ഈ വെണ്ടയ്ക്ക, വാഴയ്ക്ക, പേരയ്ക്ക എന്നൊക്കെ പറയും പോലെ മമ്മൂട്ടിയെ കയറി മമ്മൂട്ടിക്കാന്ന് വിളിക്കുന്ന ഇവൻ ആരാടാ? മെലിഞ്ഞ് പൊക്കമൊക്കെയുള്ള കണ്ണട വെച്ച ഒരുത്തൻ. ഞാൻ വലിയ ഹീറോ ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം ചില പടങ്ങളിലൊക്കെ അഭിനയിച്ചതായിട്ടുള്ളത് സത്യമാണ്. പക്ഷേ അവൻ എന്നെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. മമ്മൂട്ടിയും അവനും കുറേ നേരം സംസാരിച്ചു. ഓഫീസിൽ നിന്ന് വെളിയിലിറങ്ങിയപ്പോൾ ഞാൻ മമ്മൂട്ടിയോട് ചോദിച്ചു, ഏതായ എലുമ്പൻ? മമ്മൂട്ടി പറഞ്ഞു, ഓ ഞാൻ നിന്നെ പരിചയപ്പെടുത്താൻ മറന്നു. അവനെ കുറച്ച് എഴുതാനൊക്കെ കഴിവുള്ളവനാണ്, ധാരാളം വായിക്കും, ചെറിയൊരു ജീനിയസാണ്. മലയാള സിനിമയിൽ അവന് അവസരങ്ങൾ കറക്റ്റായിട്ട് കിട്ടിയാൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യും, നോക്കിക്കോ. അവൻ്റെ പേര് പ്രിയദർശൻ. മദ്രാസിലെ ന്യൂ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വെച്ച് മമ്മൂട്ടി എന്നോട് പറഞ്ഞു, ആ വിദ്വാനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്ന് ചോദിച്ചാൽ ആരെ? ആ മോഹൻലാലല്ലേ? അവനെ തന്നെ. അവനടുത്ത് തന്നെ നായകനാവുന്നു മാത്രമല്ല, എനിക്കൊരു ഭീഷണിയാവാനും സാധ്യതയുണ്ട്. മോഹൻലാൽ എന്ന് ഫുൾ ടൈം വില്ലനാണെന്ന് ഓർക്കണം. ആ സമയത്താണ് മമ്മൂട്ടിയുടെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഈ കമൻറ്റ്. മോഹൻലാലിനെ പറ്റിയും പ്രിയദർശനെ പറ്റിയും മമ്മൂട്ടി എൻ്റെ അടുത്ത് നടത്തിയ പ്രവചനങ്ങൾ ഒക്കെ ശരിയായില്ലേ? എൻ്റെ അർത്ഥം എന്താണ്? മമ്മൂട്ടി ചില്ലറക്കാരനല്ല, അതന്നെ.